സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്തുതീയൈഃ യഥാമതി. ത്വൽപരിദോഷകാമസ്തൗ പ്രസീദാച്യുത മരുദേശ. ധർമ്മത്തിനെപ്പോഴെല്ലാം ഉടവുവിടും ഉടൻ ഭൂതലേ ജാതനായി ശർമ്മം സർവർക്കുമേകും സരസിജനയനൻ വാതകേഹാധിനാഥൻ. ഇമ്മന്നിൽ ഭക്തിമാർഗം കനിവടരുളുവാൻ വാഴകുന്നത്തു സാക്ഷാൽ ധർമ്മജ്ഞൻ വാസുദേവദ്വിജ ഗുരുവരനായി വന്നു ശോഭിച്ചു ഭാരം. വാഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേശ സൽഭക്തൻ വെൽവൂ വിശ്വൈക വിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈവായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിലുള്ള 6 അധ്യായം. അതാണ് ഇവിടെ 5 അധ്യായം മണ്ഡപത്തിലിരുന്നും 1 അധ്യായം ഇവിടെ പുറത്തെ സ്റ്റേജിലുമായിട്ട് പൂർണ്ണമാക്കിയത്. പത്മപുരാണത്തിലെ ആ 6 അധ്യായങ്ങളിൽ പറഞ്ഞ ചില കഥകൾ അനുസ്മരിക്കുക ഭാഗവത മാഹാത്മ്യമായിട്ട്. അതാണ് ഒരു പതിവായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ വേദവ്യാസാദികളുടെ കഥ പറയുന്ന സമ്പ്രദായമനുസരിച്ച് ആദ്യം ഒന്ന് ചുരുക്കി പറയും, പിന്നീട് അത് ക്രമേണ അതിലുള്ള വാക്കുകളുടെ വിസ്താരം പോലെ വിസ്തരിക്കും, പിന്നെ വീണ്ടും അത് ചുരുക്കി സമർപ്പിക്കും. ഭാഗവതം 12 സ്കന്ധം നോക്കിയാലും നമുക്ക് ഈ രീതി വേദവ്യാസൻ നാരദൻ്റെ ഉപദേശത്തോടു കൂടി ചെയ്ത രീതി നമുക്ക് വ്യക്തമാണ്. വളരെ പ്രസിദ്ധമാണല്ലോ. നാളെ കഥ പറയുമ്പോൾ വിസ്തരിച്ച് പറയും. നാരദന് പോലും വേദവ്യാസൻ്റെ മുമ്പിൽ ഒരു ഗുരുവായിരുന്ന് ഇന്ന രീതിയിലാവട്ടെ ഭാഗവത നിർമ്മാണം എന്ന് തൻ്റെ അച്ഛനായ ബ്രഹ്മാവിൽ നിന്ന് തനിക്ക് കിട്ടിയ ഭാഗവതത്തെ ഓർത്തുകൊണ്ട് പറയാൻ സാധിച്ചു. അപ്പം നാരദൻ്റെ വീണ വളരെ പ്രസിദ്ധമാണ്. എപ്പോഴും ഭഗവാന്റെ കഥകളിങ്ങനെ വിസ്തരിച്ചും ചുരുക്കിയും പാടിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നാരദൻ്റെ വീണയിൽ പാടുകയാണെങ്കിൽ അവിടെ രാമായണാദി കഥകളൊക്കെ ആയിക്കഴിഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് നാരദൻ്റെ വീണ പാടിയാൽ ആ വീണയിൽ നിന്ന് മഹതി എന്നാണ് വീണയുടെ പേര്. ആ മഹതികളുടെ അനുരണനം ലോകത്തിന് ദിവ്യമായ പുതിയ അനുഭൂതികൾ ഉണ്ടാക്കി കൊടുക്കും. വളരെ പ്രസിദ്ധമാണ്. അവേക്ഷമാണ് മഹതിയും മുഹുർമുഹു. നാരദനെ അവതരിപ്പിക്കുന്നവരൊക്കെ പറയണു എന്ത്? തൻ്റെ വീണ താൻ അറിയാതെ തന്നെ, താൻ മീട്ടാതെ തന്നെ ഭഗവാന്റെ കഥകൾ പാടിക്കൊണ്ടേയിരിക്കണമല്ലോ. ഓട്ടോമാറ്റിക് വീണകളൊക്കെ ഇന്നിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് യന്ത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലൊക്കെ പാടിക്കൊണ്ടേയിരിക്കും. അന്നത്തെ നാരദൻ്റെ വീണ പോലെ ഏത് രാമായണമായാലും ഭാഗവതമായാലും ഭാരതമായാലും ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ തിരുനാമങ്ങൾ മാറി നിരവധി രാഗങ്ങളിൽ കൂടി ലോകത്തിന് പാടിക്കൊടുക്കാൻ വേറൊരു യന്ത്രം ഉണ്ടായിട്ടില്ല. നാരദന് അത്ഭുതമാവുത്രേ. ഈ വീണ എപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത്? നാരദൻ വെറുതെ ഇരുന്നാൽ വീണ ഇരുന്ന് തന്നെത്താനെ
നമുക്ക് ഇന്നിപ്പോൾ അറിയാലോ, പാട്ട് പാടാൻ തുടങ്ങിയാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ പാട്ടിന് വേണ്ടുന്ന മധുരധ്വനി, രാഗം, ശ്രുതി എന്നാണ് പറയുക, കൊടുക്കാനായിട്ടൊരു ശ്രുതിപ്പെട്ടി അവിടെ വയ്ക്കും. അതിൻ്റെ ജോലി അങ്ങനെ നോക്കിക്കോളും. ആരൊക്കെ മൃദംഗം കൊട്ടിയാലും വയലിൻ വായിച്ചാലും ഗിഞ്ചറ അടിച്ചാലും ഓർഗൻ വായിച്ചാലും അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ നാരദൻ്റെ അത്ഭുതാവഹമായ രീതിയിലുള്ള നിശബ്ദതയിലും നാരദൻ്റെ അവേക്ഷമാണം മഹതി മുഹുർമുഹു, മഹതി എന്ന വീണ തന്നാലെ പാടും. അപ്പം നാരദൻ വിചാരിക്കത്രേ, ഇതെന്താ ഇതിങ്ങനെ, തൻ്റെ വീണയെ താൻ തന്നെ കൂടുതൽ താലോലിക്കേണ്ടി വരുന്നു, താൻ മീട്ടാതെ തന്നെ ഓർമ്മിപ്പിക്കുന്നു ഭഗവാന്റെ തിരുനാമങ്ങളും അതിൻ്റെ രാഗമാലികകളും. അതാണ് ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ എന്ന് നമ്മൾ സരിഗമ പധനിസ മുഴുക്കി എടുക്കണ പോലെ ആരോഹണം. അതുപോലെ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ അവരോഹണം. സരിഗമ പധനിസ സരിതകപ്പ സനിതപ്പ മകരിസേ മാത്രമേ നമുക്ക് ആരോഹണം അവരോഹണമായിട്ട് വശമുള്ളൂ. അപ്പം നാരദൻ കാണുന്നു തൻ്റെ വീണ ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ എന്നും ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമശിവ എന്നും ആരോഹണ അവരോഹണങ്ങളിൽ തന്നാലെ പാടിക്കൊണ്ടിരിക്കുന്നു. അവേക്ഷമാണ് മഹതി മുഹുർമുഹു, നീയൊരു മഹതി തന്നെയാണ്. നാരദൻ്റെ മാറോട് ചേർന്ന് കൈകളാൽ ആലിംഗനം ചെയ്യപ്പെട്ട് ആ മഹതി എപ്പോഴും നാരദനെ പിന്തുടരുന്നു. ഇത് നാരദൻ്റെ ചിത്രമായിട്ട് മഹാകവി മാഘൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ കവികൾക്കൊക്കെ നാരദൻ്റെ വീണയുടെയും മഹത്വം അറിയാം. സകല നാമങ്ങളും ആ പല 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 രാഗങ്ങളിൽ കൂടെ ആ വീണയിൽ നിന്ന് തന്നാലെ വരുന്നു. സ്വരൽഭിരാഘട്ടനയാ ആഘട്ടനയാ സ്വരൽഭി. ആഘട്ടനം ചെയ്ത സമയത്ത് വിരലുകളെ കൊണ്ട് തൊടുമ്പോൾ വീണയിൽ നിന്ന് ശബ്ദം ഉണ്ടാവാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വീണ കൈകൊണ്ട് തൊടാതെ വിരൽ കൊണ്ട് തൊടാതെ തന്നെ വീണയിൽ നിന്ന് ഈ ആരോഹണ അവരോഹണങ്ങൾ തന്നാലെ വരുമ്പോഴോ നാരദൻ തൻ്റെ മഹതി എന്ന വീണയെ തന്നേക്കാളധികം ബഹുമാനിക്കുന്നു എന്ന് ചുരുക്കം. അതാണ് നാമജപം ഉള്ളിൽ നിന്നും അറിയാതെ വരുന്ന മഹതികളെ മുഴുവനും നാരദൻ വന്ദിച്ചുകൊണ്ടാണ് ലോകത്ത് നടക്കുന്നത്. ആ നാരദനെയാണ് ഇവിടെ ഭാഗവതത്തിൽ മാഹാത്മ്യത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ പോണത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം പൃഥാസുതം വന്ദേ, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. കൃഷ്ണനെ 4 തരത്തിലും പറയുമ്പോഴേക്കും മഹാഭാരതവും ഭാഗവതവും പൂർണ്ണമായി എന്ന് ചുരുക്കം. 4 തരം കൃഷ്ണന്മാർ എന്ന് പറയുമ്പോൾ നാരായണ കൃഷ്ണൻ, വ്രജപ്രിയ കൃഷ്ണൻ, ദ്വൈപായന കൃഷ്ണൻ, പൃഥാസുതൻ കൃഷ്ണൻ, ഇങ്ങനെ 4 കൃഷ്ണന്മാരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ വരൂ ഭാഗവതത്തിലേക്ക്. 4 തരം 4 ഘട്ടങ്ങളിൽ കൂടെ ഈ 4 കൃഷ്ണന്മാരെയും നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, സാക്ഷാൽ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ ശ്രീനാരായണ കൃഷ്ണൻ. പിന്നെ ദശമസ്കന്ധത്തിൽ നാം കാണുന്ന വ്രജപ്രിയനായ ഉണ്ണികൃഷ്ണൻ. വൃന്ദാവനത്തിലെ മുഴുവനും മനസ്സിനെ കട്ടുകൊണ്ടോടിയ, മണ്ണ് വാരി വായിലിട്ട് ഓടിയതുപോലെ കട്ടുകൊണ്ടോടിയ ഉണ്ണികൃഷ്ണൻ വ്രജപ്രിയം. പിന്നെയാണ് ഈ കൃഷ്ണന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ദ്വൈപായന കൃഷ്ണൻ. നാളെ രാവിലെ കഥ തുടങ്ങുമ്പോൾ തന്നെ ദ്വൈപായന കൃഷ്ണനെയാണ് നമുക്ക് ആദ്യം കാണിച്ചു തരിക. പിന്നെ ഭാഗവതം മുഴുവനാവുമ്പോൾ ഏകദേശം സാക്ഷാൽ സന്താനഗോപാലൻ കഥയാവുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും വേറൊരു കൃഷ്ണനും കൂടിയുണ്ട്. തൗ കൃഷ്ണവു ഭാഗവതത്തിൽ ചൂണ്ടിക്കാണിച്ച് പറയണു. ആ 2 കൃഷ്ണന്മാരും എവിടെ? അതാണ് അർജുനനും ശ്രീകൃഷ്ണനും. വ്രജപ്രിയനായ കൃഷ്ണനും വ്രജപ്രിയനായ കൃഷ്ണൻ്റെ കൂട്ടുകാരനായ അർജുനനും കൃഷ്ണം വന്ദേ, തനി കൃഷ്ണൻ തന്നെയാണ്. ഇത് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 90-ാം അധ്യായത്തിന് മുൻപ്
89-ാം അധ്യായത്തിൽ സന്താനഗോപാലൻ കഥയിലാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ അത്രയും കഥകളിലെ കൃഷ്ണന്മാരുടെ കൃഷിധാതു നകാരാഭ്യാം സത്താനന്ദാത്മതാംപുരാഭിലപൽ എന്ന് പട്ടേരിപ്പാട് പറഞ്ഞിരുന്ന ജഗദഖകരുഷിത്വം വാ കഥകദൃഷി കൃഷ്ണനാമ. കൃഷ്ണനാമത്തിൻ്റെ മാഹാത്മ്യം അതൊക്കെയാണ്. സകല തരത്തിലുള്ള അഖങ്ങളെയും തെറ്റായ ചിന്തകളെയും പാപങ്ങളെയും വലിച്ചെടുത്ത് ആനന്ദത്തിൻ്റെ പരാകാഷ്ഠയിലേക്ക് എത്താൻ അർഹതയില്ലാത്തവരെ പോലും എത്തിക്കുന്ന ഒരു പരമശക്തി, ആകർഷണീയ ശക്തി, ആനന്ദസ്വരൂപൻ. ഇത് മാറി മാറി പറയാം. ആകർഷണീയ ശക്തി, ആനന്ദസ്വരൂപൻ. ആകർഷണീയ ശക്തി ആനന്ദകൃഷ്ണൻ്റെ മാഹാത്മ്യം പറയുന്ന 1-ാമത്തെ അധ്യായം, അധ പ്രഥമോധ്യായ. അതിൽ 6 അധ്യായമാണ് നമ്മൾ ജപിച്ചത്. അതിൻ്റെ കഥകളിൽ ആദ്യം അല്പനേരം ആദ്യത്തെ 3 അധ്യായത്തിൻ്റെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കും. പിന്നീട് ശ്രീ മരങ്ങാട് മുരളി അദ്ദേഹം ബാക്കിയുള്ള 3 അധ്യായങ്ങളുടെ കഥാഭാഗങ്ങളും അനുസ്മരിക്കും. ഇപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ കാണിച്ചു തരണത് എന്താ? സൂതശൗനക സംവാദ രൂപത്തിലുള്ള ഒരു രംഗം. ശൗനകാദികളുടെ അടുത്തേക്ക് സൂതൻ വന്നു കയറി. ശൗനകാദികൾ സൂത മഹാഭാഗ, ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ അത്? അജ്ഞാനധ്വന്ത വിധ്വംസകോടി സൂര്യസമപ്രഭ സൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. കർണരസായനമാകുന്ന ഭഗവാന്റെ കഥകളെ അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാനായി എത്തും എന്ന് സാക്ഷാൽ ബലരാമസ്വാമി പറഞ്ഞിരുന്നു. അതനുസരിച്ച് അങ്ങ് വന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. മതി. ഭക്തി ജ്ഞാന വിരാഗാപ്തി വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹ നിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് 3 ഉണ്ടാവണം. വിവേകം ഉണ്ടായാൽ ഇത് 3 ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആ വിവേകത്തോടു കൂടി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ മഹത്തായിട്ട് വർദ്ധിക്കുന്ന ഭഗവാന്റെ കഥകളെ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇവിടെ ഈ കലികാലത്ത് ജീവന്മാർ മുഴുവനും അസുരന്മാരായിട്ട് മാറണ കഥകളാണ് ഞങ്ങൾ കേൾക്കുന്നതും അനുഭവിക്കുന്നതും. അതുകൊണ്ട് ഈ അസുരന്മാരായി മാറത്തക്കവണ്ണം ക്ലേശം ആക്രാന്തം മൂത്ത് ക്ലേശാക്രാന്തന്മാരായി മാറി എല്ലാ തരത്തിനോടുമുള്ള എന്തെന്നില്ലാത്ത അത്യാർത്തി. അതുകൊണ്ട് എന്തായി? ഇവനെ ഒന്ന് നേരെയാക്കണം എന്ന് വെച്ചാൽ വലിയ പ്രയാസമാണല്ലോ എന്ന് എല്ലാവർക്കും തോന്നിത്തിറങ്ങി. കാലത്തിൻ്റെ ശക്തി. തസ്സൈവ ശോധനേ, എന്താ അവനെ നേരെയാക്കാൻ ഒരു വഴി പരിശോധിച്ചു. കിം പരായണം കണ്ടെത്തി. ശ്രേയസാമ്യത് ഭവേത് ശ്രേയ. ശ്രേയസ്സുകളിൽ വെച്ച് ഏറ്റവും വലിയ ശ്രേയസ്, മരുന്നുകളിൽ വെച്ച് ഏറ്റവും നല്ല മരുന്ന് ഇവന് കൊടുക്കണം. പൊതുവായി ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ പരമശുദ്ധിയുള്ള പ്രവർത്തനം ഇവന് ചെയ്തു കൊടുക്കണം. നിസ്സാരം കൊണ്ടൊന്നും നേരെയാവാൻ പോവില്ല. പോരാ, കൃഷ്ണപ്രാപ്തികരം. ആദ്യം പറഞ്ഞ വ്രജപ്രിയ കൃഷ്ണനെ, ദ്വൈപായന കൃഷ്ണനെ, പ്രധാസുതനായ കൃഷ്ണനെ, നാരായണ കൃഷ്ണനെ സ്വയം മനസ്സിലായി എന്ന് മനസ്സിലാക്കണം. അതിനുള്ള വഴി എന്താണോ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ സൂത. സൂതം പറഞ്ഞു, പ്രീതിശൗനകചിത്തേതേ ഹതോവക്മി വിചാര്യച സർവസിദ്ധാന്തസമ്പന്നം സംസാരഭയനാശനം. സംസാരഭയനാശനമായ സർവസിദ്ധാന്തസമ്പന്നമായ കഥകൾ അങ്ങക്ക് ഞാനാവുന്നതുപോലെ പറഞ്ഞു തരാം. സാക്ഷാൽ ബലരാമൻ അനന്തമൂർത്തി ഇവിടെ വന്ന് എൻ്റെ അച്ഛനെ അനുഗ്രഹിച്ചു, എന്നെയും അനുഗ്രഹിച്ചു. അതുകൊണ്ട് ആ ബലരാമൻ്റെ അനുഗ്രഹത്തോടെ, ഭഗവാന്റെ ഏട്ടൻ്റെ അനുഗ്രഹത്തോടെ അനന്തമായ ഭഗവാന്റെ കഥാഭാഗങ്ങളെ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിൽ 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾക്കുന്നതിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഉള്ള സമയം കൊണ്ട് സപ്താഹശ്രവണ വിധി കുമാരൈ തസ്യ ഭാഷിത. സപ്താഹം 7 ദിവസം കൊണ്ട് ഭാഗവതം
കേൾക്കാറാവുക. 7 ദിവസം കൊണ്ട് മനഃശുദ്ധി വരിക. 7 ദിവസം കൊണ്ട് അർജുനനെയും വേദവ്യാസനെയും സാക്ഷാൽ ശ്രീനാരായണമൂർത്തിയെയും വൃന്ദാവനത്തിലെ ബാലഗോപാലനെയും ഒക്കെ ഓർമ്മിക്കാൻ സാധിക്കുക. 7 ദിവസം കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? ഉവ്വ്. അതിനാണ് സപ്താഹം. അതുകൊണ്ട് 7 ദിവസം കൊണ്ട് ഭാഗവതം മുഴുവനും പറയുന്ന രീതി ഇവിടെ അവതരിപ്പിക്കാൻ പോണു. അപ്പോൾ ശൗനകാദികൾ ചോദിച്ചു, എന്നാൽ സൂത മതി, ഞങ്ങൾക്ക് ആ 7 ദിവസം കൊണ്ട് അങ്ങ് കേട്ടത് പഠിച്ച് ഞങ്ങൾക്ക് 7 ദിവസം കൊണ്ട് നിർത്തണമെന്നില്ല. ഞങ്ങൾ എന്നെന്നും ഇനി അവസാനം ഉണ്ടെങ്കിൽ അവസാനം വരെ കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്. ശ്രുത അത്രതേ കീർത്യതേ സ്മാഭി ഭക്തി യുക്തം കഥാനകം ശുഖേന മമ യൽപ്രോക്തം ശിഷ്യം വിചാരിയച. ശ്രീശുക ബ്രഹ്മർഷിയാണ് 7 ദിവസം കൊണ്ട് കഥ പറയാം എന്ന് ലോകത്തെ പഠിപ്പിച്ചത്. അത് പരീക്ഷത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ പരീക്ഷത്തിന് വേണ്ടി ശ്രീശുക ബ്രഹ്മർഷി കണ്ടുപിടിച്ച ഈ രീതിയിൽ പ്രധാന ശിഷ്യനായിട്ട് മുമ്പിൽ പരീക്ഷത്തിൻ്റെ ഒപ്പം ഇരിക്കാൻ എനിക്കും സാധിച്ചു. അതുകൊണ്ട് പരീക്ഷത്തിനെ ചൂണ്ടി ശ്രീശുഖം പറയുമ്പോഴൊക്കെ അത് എന്നെ ചൂണ്ടി എന്നോടുള്ള കഥ പറച്ചിലായിട്ട് ഞാൻ ഉൾക്കൊണ്ടു. അത് നിങ്ങൾക്ക് വിസ്തരിച്ച് 7 ദിവസം കൊണ്ട് കേട്ടത് എത്രയാണോ ദിവസങ്ങൾ, അത്രയും ദിവസങ്ങളെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതും സനകാദികൾ നടത്തിയ സപ്താഹത്തിൻ്റെ ഓർമ്മ ആണ് ശ്രീശുഖം നടത്തിയ സപ്താഹത്തിന് ഒരു അടിസ്ഥാനം. സനകാദികൾ സപ്താഹമായിട്ട് നടത്തിയോ? എപ്പോൾ? ഉവ്വ്. നാരദൻ സനകാദികളുടെ മുമ്പിൽ ചെന്ന് പെട്ടു. അഥവാ നാരദന് സനകാദികളെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ നാരദന് വേണ്ടിയാണ് സനകാദികൾ 7 ദിവസം കൊണ്ട് സപ്താഹം എന്ന രീതി പകർന്നു കൊടുത്തത്. അപ്പോൾ ശ്രീശുഖനും അത് ഉപകാരമായി. ശ്രീശുഖൻ ഇപ്പോൾ പരീക്ഷത്തിന് ഈ 7 ദിവസം കൊണ്ടുള്ള രീതി അന്ന് സനകാദികൾ ചെയ്തതിൻ്റെ ഓർമ്മയിൽ ചെയ്തതാണ്. അപ്പോൾ സനകാദികളെ നാരദനെ കണ്ടു. എന്താ നാരദ, അങ്ങയുടെ മുഖത്ത് വല്ലാത്തൊരു വാട്ടം? നാരദൻ തലയും താത്തി പറഞ്ഞു, ഞാൻ വൃന്ദാവനത്ത് പോയി. ആനന്ദത്തിൻ്റെ ലോകമാണല്ലോ എന്ന് വിചാരിച്ച് വൃന്ദാവനപ്രിയനെ, വ്രജപ്രിയനായ കൃഷ്ണനെ കാണാൻ വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ അവിടെ അതിദുഃഖതരമായൊരു കാഴ്ച കണ്ടു. ഒരമ്മ 2 കുട്ടികളെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. അവർ മോഹാലസ്യപ്പെട്ട് വീണു. ഞാൻ ചെന്നു അവരെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോൾ എന്നാലാവുന്നതൊക്കെ ആ കുട്ടികളുടെ മോഹാലസ്യം തീരാൻ ഞാൻ ചെയ്തപ്പോൾ അവരൊന്ന് എണീറ്റിരുന്നു 4 പാടും നോക്കി. എനിക്ക് സന്തോഷമായി. പക്ഷേ അപ്പോഴേക്കും എൻ്റെ സന്തോഷം പോയി. അവർ വീണ്ടും മോഹാലസ്യപ്പെട്ട് വീണു. അവരുടെ അമ്മ ഭക്തി ദേവി ഹേ ജ്ഞാന, ഹേ വൈരാഗ്യ, പ്രബുദ്ധത എന്ന് വിളിച്ച് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഈ അമ്മയുടെ കുട്ടികളൊക്കെ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ നവോന്മേഷം നൽകലാണ് എൻ്റെ കടമ. അല്ലെങ്കിൽ ഞാൻ നാരദനാന്നും പറഞ്ഞ് നടക്കുകയില്ല. ഇവിടെ ഇരിക്കണേ, ഞാൻ വേഗം വരാം എന്നും പറഞ്ഞ് പോകുന്നതാണ് ഞാൻ. എൻ്റെ മുഖം വാടിയതിന് കാരണം ആ അമ്മയുടെയും ആ കുട്ടികളുടെയും ദൃശ്യമാണ്. കുട്ടികൾക്ക് ഞാൻ ചെയ്തതൊന്നും ഫലിച്ചില്ലല്ലോ എന്നുള്ള തോന്നലാണ്. സനകാദികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് അവരെ എന്തൊക്കെയാണ് പറഞ്ഞ് കേൾപ്പിച്ചത്? അവരുടെ മോഹം, ആ മോഹാലസ്യം തീരാൻ. അയ്യോ, ഞാൻ വേദങ്ങളോ ഉപനിഷത്തുകളോ അതോ ഇത് ലിസ്റ്റ് എടുത്തു, ഇതൊക്കെ ചെയ്തു. ആട്ടെ, ഭാഗവതം പാടിക്കേൾപ്പിച്ചു അവർ, അതുണ്ടായില്ല. നാരദര അങ്ങല്ലേ വേദവ്യാസന് ഭാഗവതം ഉപദേശിച്ചത്? ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഭാഗവതം എന്തുകൊണ്ട് അത് ആ കുട്ടികൾക്ക് കൊടുത്തില്ല? അത് കൊടുക്കാതെ ബാക്കിയുള്ളതൊക്കെ കൊടുത്തു എന്ന് പറയണു. അപ്പോൾ നാരദൻ വായ പൊളിച്ചുകൊണ്ട് അത്ഭുതസ്തബ്ധനായിട്ട് പറഞ്ഞു, എല്ലാ വേദങ്ങളുടെയും വേദസാരങ്ങളുടെയും ഒക്കെ സാരമായിട്ടുള്ളതല്ലേ ഭാഗവതം. അപ്പോൾ വേദവേദാന്താദികൾ ഉണ്ടാവുമ്പോൾ അതിനല്ലേ പ്രാധാന്യം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവരൊരു ചിരിച്ചു. സനകാദികൾ പറയണു, അങ്ങ് ഇങ്ങനെ ബാലിശമായിട്ട് സംസാരിക്കരുത്. ശർക്കര പായസം വെക്കണം, പഞ്ചാര പായസം വെക്കണം എന്നും പറഞ്ഞ് ലോറി കണക്കിന് കരിമ്പ് കൊണ്ടുവന്ന് ആ പായസത്തിൻ്റെ പാത്രത്തിൽ ചരക്കിൽ ഇടാറുണ്ടോ ആരെങ്കിലും? കരിമ്പിൻ്റെ നീര് പിഴിഞ്ഞല്ലേ ശർക്കരയും പഞ്ചാരയും ഉണ്ടാക്കണത്. അപ്പം പിന്നെ അതാ കരിമ്പിനെ കൊണ്ടുവന്നിട്ടേക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതുപോലെ വേദവേദാന്താദികളുടെ മുഴുവനും സാരമായ ഭാഗവതം വേണ്ടിടത്ത് അത് തന്നെ വേണം. ശർക്കര വേണ്ടിടത്ത് ശർക്കര വേണം, പഞ്ചാര വേണ്ടിടത്ത് പഞ്ചാര വേണം. അല്ലാണ്ട് കരിമ്പ് ലോറിക്കണക്കിന് കൊണ്ടുവന്ന് വെട്ടിയിട്ടാൽ പോരല്ലോ. അറിയാലോ,
നാരദൻ്റെ ഹൃദയം ഉണർന്നു. ഓ, അപ്പം ഞാൻ ഭാഗവതമാണ് അവരെ പാടിക്കേൾപ്പിക്കേണ്ടത്. അതെ, എന്താ സംശയം? വീണ് നമസ്കരിച്ചു. എന്നാൽ ഇനി നിങ്ങൾ തുടങ്ങണം ഭാഗവതം. 7 ദിവസമാണെങ്കിൽ 7 ദിവസം കൊണ്ട്. അഥ വൈഷ്ണവചിത്തേഷു ദൃഷ്ട്വാ ഭക്തിമലൗകികം. ശരി, സനകാദികളെ ഭാഗവത പാരായണത്തിന് തയ്യാറായിരുന്നപ്പോഴേക്കും അവിടെ ഒരു അത്ഭുതം. ഒരമ്മ 2 കുട്ടികളെയും കൊണ്ട് വരണു. സനകാദികളെ അവരെ ഒന്ന് നോക്കി ചിരിച്ചു. സ്വാഗതം, സ്വാഗതം. അമ്മയ്ക്കും കുട്ടികൾക്കും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒക്കെ ഉള്ളിലേക്ക് ഇരിക്കാം. ഹേ ഭക്തി, ഹേ ജ്ഞാനവൈരാഗ്യ കുട്ടികളെ, നിങ്ങൾ വന്നിരിക്കുക. നാരദൻ്റെ മുഖത്തേക്ക് നോക്കി സനകാദികൾ, എങ്ങനെയുണ്ട് ഇപ്പോന്ന്? എവിടെയോ തളർന്നു കിടക്കണ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളെക്കുറിച്ച് ആവലാതി പറഞ്ഞ നാരദൻ ഭാഗവതം അവർക്ക് വേണ്ടി ഇവിടെ ആരംഭിക്കാമെന്ന് ഇതാ ഇവരെ ആരംഭിച്ചപ്പോഴേക്കും അവിടെ വന്നു കഴിഞ്ഞു ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾ. ആ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾക്ക് വേണ്ടി സനകാദികൾ നടത്തിയ ഭാഗവതത്തിലെ അത്ഭുതാവഹമായ കഥകളും രംഗങ്ങളുമൊക്കെയാണ് ഇനി വർണ്ണിക്കുന്നത്. ശ്രീ മുരളി അവർകൾ, മരങ്ങാട് മുരളി അവർകൾ ബാക്കി ഭാഗങ്ങൾ നമ്മളെ പറഞ്ഞു കേൾപ്പിക്കും. പീതാംബരം ഭുവനമോഹനമന്ദഹാസം ശംഖാരിപങ്കജഗദാധരമാത്മസൗഖ്യസന്ദായകം ഗുരുപുരേശ്വരമാശ്രയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമം ച ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തദോദയതേ വിവേക. പരമഭാഗവത ഗുരുനാഥനായി ഈ ലോകത്തെ അനുഗ്രഹിച്ച ഭാഗവതഹംസം, ആ മഹാനുഭാവൻ്റെ ജയന്തിയോടനുബന്ധിച്ച് മഹാഗണപതിയുടെ തിരുസന്നിധിയിൽ ആരംഭിച്ച ഈ ഒരു ഭാഗവതാമൃത സത്രം ഭാഗവത മാഹാത്മ്യമാണ് ഇവിടെ ഭാഗവതോത്തമനായ ആചാര്യൻ നമുക്ക് മുൻപിൽ ആരംഭിച്ചു തന്നത്. ഭാഗവത മഹാത്മ്യം അറിയാത്തവരല്ല നമ്മളൊന്നും. അല്പമെങ്കിലും ഭാഗവതത്തിൻ്റെ മഹാത്മ്യം നമ്മുടെ ഉള്ളിലെവിടെയോ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഭാഗവതത്തെ അന്വേഷിച്ചെത്തുന്നത്. ഭാഗവതത്തിൻ്റെ മഹാത്മ്യം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിന് ഇവിടെ വരണം? നമ്മൾ എന്തിന് പിന്നെ ഇവിടെ ഇരിക്കണം? പക്ഷേ കലിയുഗമല്ലേ, അതിൻ്റെ പലവിധത്തിലുള്ളതായ കൽമഷങ്ങൾ പലവിധത്തിൽ ഇന്ദ്രിയങ്ങളിൽ കൂടി ആഹരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ ഭാഗവത മഹാത്മ്യം അവിടെയും ഇവിടെയുമായി മറഞ്ഞു പോയേക്കാം. ഇപ്പോൾ നമ്മൾ കേട്ടു, വേദവ്യാസന് ഭാഗവതം ഉപദേശിച്ച നാരദർക്ക് തന്നെ ഭക്തിദേവിക്ക് മുൻപിൽ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ സകലതരത്തിലുള്ളതായ വേദങ്ങളും ഉപനിഷത്തുകളും ചൊല്ലുമ്പോൾ ഭാഗവതം ചൊല്ലണം എന്ന് തോന്നിയില്ല. അപ്പോൾ നാരദർക്ക് തന്നെ കലിയുഗത്തിലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു കാലം നടന്നപ്പോൾ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം മറന്നുപോയി എന്നർത്ഥം. പരമഭാഗവതനായ ശ്രീനാരദ മഹർഷിക്ക് സനകാദികൾ വേണ്ടി വന്നു ഭാഗവതത്തിൻ്റെ മഹാത്മ്യം ഓർമ്മിപ്പിക്കാൻ എന്നിരിക്കെ പലവിധത്തിലുള്ളതായ പ്രാരബ്ധങ്ങളുടെ ആഴക്കയങ്ങളിൽ മുങ്ങിക്കിടക്കുന്ന നമുക്ക് എത്ര കേട്ടാലും വീണ്ടും ആ പ്രാരബ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ പായൽ വന്ന് മൂടുന്നത് പോലെ വീണ്ടും പ്രാരബ്ധം വന്ന കേട്ട ഭാഗവതത്തിൻ്റെ മഹാത്മ്യം മറന്നു കളയും. ഓരോ ഭാഗവത യജ്ഞവേദിയും സമർപ്പിക്കുന്നത് വലിയ ഒരു നാമഘോഷത്തോടെയാണ്. പതിതസ്കലിതശ്ചാർത്ത
ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചേർമുച്യത്തെ സർവപാതകാൽ എന്ന് സർവവിധത്തിലും ഭഗവാന്റെ കഥകളെ കേട്ട് 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 ഹൃദയത്തിലുള്ളതായ കൽമഷങ്ങളെല്ലാം നീങ്ങി തെളിഞ്ഞ ഹൃദയത്തോടെ ഉറച്ച ഭക്തിയോടെ ആചാര്യനോടൊപ്പം ഹരേ നമ എന്ന് ഉറക്കെ നാമം ജപിച്ച ഭക്തന്മാർ അടുത്ത ഭാഗവത യജ്ഞവേദിയിലേക്ക് എത്തുമ്പോൾ ആ നാമജപത്തിൻ്റെ ശബ്ദം ശക്തി കുറഞ്ഞു പോകുന്നുണ്ട്. വീണ്ടും ഭാഗവതം കേട്ട് 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 ആ നാമജപത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഭാഗവത മാഹാത്മ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ഒന്ന് പുറത്തേക്കെടുക്കാനാണ് ഈ ഒരു 6 അധ്യായങ്ങൾ. വേദവ്യാസ മഹർഷി അനുഭവിച്ചതായ ഭാഗവതത്തിൻ്റെ മധുരം. വേദവ്യാസ മഹർഷിക്ക് മറ്റെല്ലാ പുരാണങ്ങളും ഭാരതവും ബ്രഹ്മസൂത്രവും വേദവിന്യാസവും ഒക്കെ ചെയ്ത് ബോധ്യമായി. എന്ത്? നാസ്ത്യയം രസ, ഞാൻ അന്വേഷിച്ചതിൽ ഇതിലൊന്നുമല്ല ഉള്ളത് എന്നുള്ളത് ബോധ്യമായി. ഇനി എന്തോ ഒന്ന് ബാക്കിയുണ്ട്. അത് കിട്ടിയാൽ തനിക്ക് സർവവിധത്തിലും ധന്യത നേടാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് കാത്തിരിക്കുകയാണ് വേദവ്യാസ മഹർഷി. അതുകൊണ്ട് വേദവ്യാസ മഹർഷിക്ക് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം നാരദർ വന്ന് പറയുമ്പോഴേക്കും ഹൃദയത്തിൽ വേണ്ടതുപോലെ തെളിഞ്ഞു. നമുക്കെന്താ ഇത് അത്ര തെളിയാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും അന്വേഷണം നിർത്തിയിട്ടില്ല. ഭാഗവതമൊക്കെ കേൾക്കുന്നുണ്ട്, നാമൊക്കെ ജപിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് പല ബിസിനസ്സും നമ്മൾ നടത്തുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും ഇതിനേക്കാൾ സുഖം കിട്ടാൻ ഇടയുണ്ടോ, വേറെ എവിടെയെങ്കിലും സുഖത്തിന് ചാൻസ് ഉണ്ടോ എന്ന് നമ്മളുടെ അന്വേഷണം വീണ്ടും തുടരുന്നുണ്ട്. വ്യാസൻ ഈ അന്വേഷണമൊക്കെ നിർത്തിയിട്ട് ഭാഗവതത്തിൻ്റെ മധുരത്തിന് കാത്തു നിൽക്കുക. അച്ചാറിൻ്റെ എരിവും പുളിയിഞ്ചിയുടെ പുളിയും പച്ചടിയുടെ കയ്പും എല്ലാം അറിഞ്ഞ് അവസാനം ആ ഇലയൊക്കെ തുടച്ച് പായസത്തിന് കാത്തിരിക്കണ ഒരാളെ പോലെ. അപ്പം ഇത്തരത്തിൽ ഭാഗവതത്തിൻ്റെ മധുരം വളരെ പെട്ടെന്ന് വ്യാസന് ഹൃദിസ്ഥമായി അത് ഭാഗവതമാക്കി അദ്ദേഹം നമുക്ക് തന്നു. ഭാഗവതത്തിൻ്റെ മധുരം മറ്റു പുരാണങ്ങളിലേക്ക് ചേർത്തു വെച്ചു. അതിലിതാ പത്മപുരാണത്തിലെ 6 അധ്യായങ്ങൾ. അതിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സർവ്വവിധത്തിലുള്ളതായ സന്തോഷത്തിനും ഹരിദാസനായ താൻ ഏതു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യാം എന്ന സത്യപ്രതിജ്ഞ ചെയ്ത് പുറപ്പെട്ട നാരദ മഹർഷി സനകാദികളിൽ നിന്നും ഭാഗവത മാഹാത്മ്യത്തെ ശ്രവിക്കുന്നു ഹരിദ്വാറിലിരുന്നു കൊണ്ട്. അപ്പോൾ സനകാദി യോഗീശ്വരന്മാരുടെ ഭാഗവത കഥാപ്രവചനം നടക്കുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും എത്രയോ സജ്ജനങ്ങൾ, പുണ്യനദികൾ, പുണ്യപർവ്വതങ്ങൾ, പുരാണങ്ങളിലുള്ളതായ സകല കഥാപാത്രങ്ങളും അവിടെ പല രൂപത്തിൽ വന്ന് നിറഞ്ഞു എന്നാണ്. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു, കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ രൂപത്തിൽ. അവിടെ ജയശബ്ദവും നമശബ്ദവും ശംഖശബ്ദവും ഒക്കെ മുഴങ്ങുന്ന മുഹൂർത്തത്തിൽ ആ സനകാദി യോഗീശ്വരന്മാർ ഭാഗവത മഹാത്മ്യത്തെ ഒപ്പം പറയുന്ന ഒരു രംഗം അല്ലേ? ആ ഒരു രംഗം ഒന്ന് മനസ്സിൽ കണ്ടാൽ തന്നെ എന്തൊരു സുഖമായിരിക്കും. 4 ചൈതന്യമുള്ള 4 കുട്ടികൾ എന്ന് പറയാമെന്ന് വെച്ചാൽ കണ്ടാൽ 5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ആ സനകാദികൾ ഒപ്പം ഇരുന്ന് ആ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ കൗതുകത്തോടുകൂടി പാടുമ്പോൾ അത് കേൾക്കുന്നു നാരദാദികൾ. ഭാഗവത മഹാത്മ്യം ഒന്നുകൂടി നാരദർക്ക് ബോധ്യപ്പെടുത്താനാണ് സനകാദികളിതാ ആത്മദേവൻ്റെ ചരിത്രത്തെ വർണ്ണിക്കുന്നത്. തുംഗഭദ്രാനദിയുടെ തീരത്തായിട്ട് ആത്മദേവൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ദുന്ധുലി, സന്താനഭാഗ്യം ഉണ്ടായില്ല, ഒടുവിൽ ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടു എന്നാണ് ഇദ്ദേഹം.
ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറൊക്കെ എടുത്ത് മരത്തിൽ കുടുക്കി പുറപ്പെട്ടപ്പോഴാണ് താഴെ ഇരിക്കുന്ന ഒരു സന്യാസി ഇത് കണ്ട് ചിരിച്ചത്. അപ്പോൾ ഈ ആത്മദേവന് അത്ഭുതമായി. ഒരാളിവിടെ തൂങ്ങിച്ചാവാൻ നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ ചിരിച്ചത് ചോദിച്ചപ്പോൾ ആ സന്യാസി പറഞ്ഞു, ഇതാണ് ഭാവം എന്നുണ്ടെങ്കിൽ ഇനിയൊരു 6 കയറും കൂടി അങ്ങ് കരുതേണ്ടി വരും. എന്തേ? അല്ല, വരുന്ന ഒരു 6 ജന്മത്തിലും കൂടി അങ്ങേക്ക് കുട്ടികളുണ്ടാവില്ല, അപ്പോഴൊക്കെ ഇതുപോലെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ആത്മദേവന് സംശയമായി. എൻ്റെ വരുന്ന 6 ജന്മത്തെ 7 ജന്മത്തെയൊക്കെ കണക്കാക്കാൻ ഇയാൾക്ക് കഴിയണമെങ്കിൽ തൻ്റെ ദുഃഖനിവൃത്തിക്കുള്ള മാർഗവും ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടാവും. ആ സന്യാസിയെ ചെന്ന് നമസ്കരിച്ചു. അദ്ദേഹം ഒരു പഴം കൊടുത്തു. പഴം ഭാര്യയായ ദുന്ധുലിക്ക് നൽകി. എന്നാൽ കുടിലയായ പലവിധത്തിലുള്ളതായ തലതിരിഞ്ഞ ബുദ്ധിയുള്ള അവൾ അതിനെ കഴിച്ചില്ല. കാരണം ഗർഭകാലം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടിയെ വളർത്തുക അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യാം, അനിയത്തിയുടെ കുട്ടിയെ തൻ്റെ കുട്ടിയായി ആത്മദേവൻ്റെ മുൻപിൽ കാട്ടിക്കൊടുത്തു. പഴം തൽക്കാലം തൊഴുത്തിലുള്ള പശുവിന് കൊടുത്തു. പശുവും ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. പശു പ്രസവിച്ചതായ കുട്ടിക്ക് ചെവി മാത്രം പശുവിൻ്റെ ചെവി പോലെ ഗോകർണൻ എന്ന് പേരിട്ടു. തൻ്റെ കുട്ടിയെ ദുന്ധുകാരി എന്ന് പേര് വിളിച്ചു. മഹാഖലനായി ദുഷ്ടനായി വളർന്ന ദുന്ധുകാരി. ആ ദുന്ധുകാരിയുടെ ദുഷ്ടത സഹിക്കാൻ പറ്റാണ്ടായി. പലവിധത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങി അച്ഛനമ്മമാരെ. ഈ സമയത്ത് ആത്മദേവൻ ചെന്ന് ഗോകർണനെ ശരണം പ്രാപിച്ചു. തൻ്റെ പുത്രനാണെങ്കിലും പരമജ്ഞാനിയായ പരമഭക്തനായ ഭാഗവതോത്തമനായ ഗോകർണൻ്റെ മുൻപിൽ ചെന്ന് ചോദിച്ചു. അന്ധകൂപേ സ്നേഹപാശേ ബദ്ധ പങ്കുരഹം ഷഠ. സർവവിധത്തിലും ഈ പ്രാരബ്ധത്തിൻ്റെ പൊട്ടക്കിണറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഗോകർണൻ അച്ഛന് ഉപദേശം കൊടുക്കുന്നത്. ദേഹേ സ്ഥിമാംസ രുധിരേഭിമതിം ത്യജത്വം. ഈ ബന്ധുക്കളോടും കുടുംബത്തോടുമുള്ളതായ സ്നേഹം അത് തൻ്റെ ദേഹത്തിൽ നിന്ന് സംബന്ധിച്ചുണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ ആദ്യം ദേഹത്തോടുള്ളതായ സ്നേഹം കുറയണം. ദേഹത്തോടുള്ള സ്നേഹം കുറയാനുള്ള വഴി എന്താ വെച്ചാൽ ഇതിനുള്ളിലുള്ള സാധനം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പം ഇതിനോടുള്ള സ്നേഹം കുറയും. അതുവഴി ക്രമേണ വൈരാഗ്യത്തെ നേടി പിന്നെ എന്തേ വേണ്ടത്? ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധു പുരുഷാൻ ജഹി കാമതൃഷ്ണാം. ധർമ്മത്തെ വേണ്ടതുപോലെ ആചരിച്ച് മറ്റുള്ളവരുടെ ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവനവൻ്റെ ധർമ്മത്തെ സ്വധർമ്മത്തെ ഭംഗിയായി ആചരിച്ച് സർവവിധത്തിലും ഭഗവത് കഥകളെ സജ്ജനങ്ങളിൽ നിന്നും മഹാത്മാക്കളിൽ നിന്നും നന്നായിട്ട് കേൾക്കുക. എന്നിട്ടോ ആ ഭഗവത് കഥയുടെ രസം വാസുദേവ കഥാരുചി ഹൃദയത്തിൽ കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ ശ്രീകൃഷ്ണമാപനിയതം ദശമസ്യ പാഠാൽ പിന്നെ കേൾക്കാനൊന്നും നിൽക്കണമെന്നില്ല. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ കഥാമൃതത്തെ സ്വയം സേവിച്ചുകൊണ്ട് സർവവിധത്തിലും ഈ പ്രാരബ്ധത്തിൽ നിന്ന് രക്ഷ നേടൂ എന്ന് അറിയിച്ചു. ആത്മദേവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ദുന്ധുകാരിയുടെ ദുഷ്ടതയുടെ ഫലം ഭാവിയിൽ അയാളൊരു പ്രേതഭാവത്തെ പ്രാപിച്ചു എന്നും തൻ്റെ സഹോദരന് വേണ്ടി ഗയാശ്രാദ്ധം വരെ നടത്തിയിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഗോകർണൻ സർവവിധത്തിലും സൂര്യദേവനെ തപസ് ചെയ്തു. സൂര്യദേവൻ്റെ നിർദ്ദേശപ്രകാരം സജ്ജനങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു എന്നും ആ സപ്താഹവേദിയിൽ ഒരു മുളന്തണ്ടിനകത്തേക്ക് കാറ്റിൻ്റെ രൂപത്തിൽ കയറിക്കൂടിയതായ ദുന്ധുകാരിയുടെ പ്രേതം 7-ാം ദിവസം ആ മുളന്തണ്ട് പൊട്ടി മുരളീധരനായി അവിടെ അവതാരം ചെയ്തു എന്നും വർണ്ണിക്കുന്നു. സർവവിധത്തിലും പ്രേതാവസ്ഥയിൽ കിടക്കുന്നതായ ആ ദുന്ധുകാരിക്ക് ഭാഗവത ശ്രവണം കൊണ്ട് മോക്ഷമുണ്ടായി. ഭഗവത് പാർഷദന്മാർ വന്ന് വിമാനത്തിൽ ദുന്ധുകാരിയെ കൊണ്ടുപോയപ്പോൾ ഗോകർണന് സംശയമായി. ഞങ്ങളൊക്കെ ഭാഗവതം വായിച്ചവരാണല്ലോ, ഞങ്ങളൊക്കെ ഭാഗവതം കേട്ട ആൾക്കാരാണല്ലോ, എന്നിട്ടെന്തേ ഈ ദുന്ധുകാരിക്ക് മാത്രം? അതിനുള്ള ഉത്തരവും അവിടെ ആ ഹരിദാസന്മാരായ വിഷ്ണു പാർഷദന്മാർ ഓർമ്മിപ്പിച്ചു. ശ്രവണസ്യ വിഭേദേന
ഫലോഭേദോത്ര സംസ്ഥിത ശ്രവണം തു കൃതം സർവേ ന തഥാ മനനം കൃതം. കേൾക്കലിപ്പോൾ എല്ലാവരും കേൾക്കണുണ്ടാവും. പക്ഷേ കേൾക്കലല്ല, ആ ഭഗവത് കഥാ തീർത്ഥത്തെ ഒരല്പമെങ്കിലും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അതിനെ മനനം ചെയ്ത് ആ ആനന്ദരസത്തെ വീണ്ടും വീണ്ടും അനുഭവിക്കാൻ സാധിക്കണം. ബന്ധുകാരി കേട്ടതുപോലെ ഭഗവത് കഥകളെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹം തരും എന്ന് പറഞ്ഞ രംഗത്തിൽ ഗോകർണൻ വീണ്ടും ഒരു ഭാഗവത രംഗം ഒരുക്കുന്നതും സർവ ഭക്തന്മാരെയും ഗോകർണനെയും അടക്കം ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് ആ വിമാനങ്ങളിൽ കൊണ്ടുപോകുന്നതുമായ രംഗം സർവതരത്തിലും ഈ ഒരു ഭാഗവത മാഹാത്മ്യമൊന്ന് സൂചിപ്പിക്കുമ്പോഴേക്കും ആ ഗംഗാതീരത്തേക്ക് ഭക്തിദേവി ജ്ഞാനവൈരാഗ്യങ്ങളെ എടുത്തുകൊണ്ട് കുട്ടികളുടെ രൂപത്തിൽ അവിടെ മാറിയെന്നാണ്. സർവ്വവിധത്തിലും ഭാഗവത മാഹാത്മ്യം കൊണ്ട് തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളുടെ സകല ദോഷങ്ങളും ഇല്ലാണ്ടായി ശ്രീകൃഷ്ണ ഗോവിന്ദ നാമം ജപിച്ചു കൊണ്ടുവന്ന ആ ഭക്തിദേവി ഭാഗവതത്തെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന സജ്ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നാരദരുടെ അനുവാദത്തോടുകൂടി ഇതാ പ്രവേശിച്ചു. എല്ലാ തരത്തിലും ആ ഭാഗവത രംഗത്തിലേക്ക് ഭാഗവതത്തിലെ സകല കഥാപാത്രങ്ങളും ശ്രീശുക ബ്രഹ്മഋഷി അടക്കം അവതാരം ചെയ്ത രംഗത്തിൽ സാക്ഷാൽ ശ്രീഹരിയും അവതാരം ചെയ്തു എന്നും എന്താണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഭാഗവത ഗ്രന്ഥത്തെ ആരൊക്കെ പൂജിക്കുന്നുവോ ആരാധിക്കുന്നുവോ അവർക്ക് പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായി തന്നെ അനുഗ്രഹം ചൊരിയണേ എന്ന് അവരെല്ലാം പ്രാർത്ഥിച്ചു. സർവ്വവിധത്തിലും ശ്രീമദ് ഭാഗവതം ഒരു പുസ്തകമായിട്ടല്ല, അത് പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായി തന്നെ ഇന്ന് സജ്ജനങ്ങളെ കലിയുഗത്തിൽ അനുഗ്രഹിക്കുന്നു എന്നുകൂടി ഓർമ്മിപ്പിച്ച് ഈ ഒരു ഭാഗവത അമൃത സത്രം നാളെ മുതൽ എത്രയോ ഭാഗവത ആചാര്യന്മാരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ അമൃതവാണികളെ കൊണ്ടും നമ്മളെ അനുഗ്രഹിക്കുന്നതായ ദിവ്യരംഗം വേണ്ടതുപോലെ ഭഗവാൻ ഭംഗിയായി നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ സമയക്രമങ്ങളൊന്ന് അനുസ്മരിച്ചിട്ട് നിർത്താം. കാലത്ത് നമുക്ക് നാളെ ഒരു 5:45 വിഷ്ണു സഹസ്രനാമ പാരായണം, വിഷ്ണു ഭുജംഗപ്രയാദ സ്തോത്രം, ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതം ഇവ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. തുടർന്ന് ഭാഗവത പാരായണം 8:30 മണി വരെ, 8:30 മണി മുതൽ 9 മണി വരെ പ്രഭാത ഭക്ഷണത്തിനുള്ള ഇടവേള. തുടർന്ന് 9:30 മുതൽ 9 മണി മുതൽ 9:30 വരെ പാരായണം. 9:30 മണി മുതൽ നാളെ പ്രഭാഷണം ആരംഭിക്കും. 9:30 ഒരു പ്രഭാഷണം, 10:00 ഒരു പ്രഭാഷണം, 11:30 നാളെ പുതിയ തലമുറയിലുള്ള പ്രസിദ്ധനായ ഭാഗവതാചാര്യൻ അല്ലെങ്കിൽ പ്രഭാഷകൻ, ആധ്യാത്മിക പ്രഭാഷകൻ വിനയ് വാരണാസി, അദ്ദേഹത്തിൻ്റെ സത്യം പരം ധീമഹി എന്ന വിഷയത്തെ അധികരിച്ചിട്ടുള്ള പ്രഭാഷണം. 12:30 മുതൽ 2 മണി വരെ ഇടവേള, 2 മണി മുതൽ 3 മണി വരെ, 3:30 വരെ ഭാഗവത പാരായണം, 4 മണി വരെ ഇടവേള. 4 മണിക്ക് ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി, 5 മണിക്ക് ആത്മജാവർമ്മ, 6 മണിക്ക് അഡ്വക്കേറ്റ് TR രാമനാഥൻ അവർകൾ. ഇത്രയും ഭാഗവതന്മാരുടെ വാക്കുകളാണ് നാളെ ഈ സത്രവേദിയിൽ മുഴങ്ങുക. സർവ്വവിധത്തിലും ഈ ഒരു ഭാഗവത സത്രത്തിലേക്ക് സാന്നിധ്യം കൊണ്ടും സഹകരണങ്ങളെ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സങ്കല്പം കൊണ്ടും എല്ലാവരും എത്തിച്ചേരുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപാരാധനയോടെ സമർപ്പിക്കാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം മള്ളിയൂർ ഗണപതയാശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം നന്ദമുകുന്ദ ഗോകുലബാല
ശരണം മേ തവ ശരണയുഗം. ഹര ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.